അയ്യോ, ഇനിയും ഇത്രയും ജോലി ബാക്കിയാണല്ലോ. രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ രാത്രി കിടക്കുന്നത് വരെ ഓട്ടമാണ്. അടുക്കള, കുട്ടികൾ, ഭർത്താവ്, വീട്, അലക്കൽ, വൃത്തിയാക്കൽ. ഒരു ജോലി തീരുമ്പോഴേക്കും അടുത്ത ജോലി കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, രാവിലെ മുതൽ ഈ ജോലികളെല്ലാം ചെയ്തിട്ട് രാത്രിയിൽ കിടക്കുമ്പോൾ ഇന്ന് നീ ഒരുപാട് ജോലികൾ ചെയ്തു എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതെ, നീ ഇത്രയും നേരമൊക്കെ ജോലികൾ ചെയ്യുമല്ലായിരുന്നോ, ഇനി നീ ഒന്ന് വിശ്രമിക്കൂ, ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പല സ്ത്രീകളുടെയും ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ജോലികൾ പലപ്പോഴും എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നും. പക്ഷേ ആ ജോലികൾ ചെയ്യാനായിട്ട് ചെലവാകുന്ന സമയവും ക്ഷീണവും മനസ്സിന്റെ ഭാരവും പലരും കാണാറില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രാവിലെ ചായ ഉണ്ടാക്കുന്നത് മുതൽ രാത്രി അടുക്കള ക്ലോസ് ചെയ്യുന്നത് വരെ എത്ര തവണയാണ് നമ്മൾ സ്വന്തം ഇഷ്ടം മാറ്റിവെക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ജോലി തിരക്കുകൾ കാരണം ചൂടോടെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റാതെ തണുത്ത ചായ കുടിച്ചിട്ടുണ്ടോ? കുളിക്കാൻ പോലും സമയം കിട്ടാതെ ഈ ജോലി തീർന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടോ? ഇതൊക്കെ പല വീടുകളിലും സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ആ ചെറിയ കാര്യങ്ങൾ കൂടിക്കൂടിയാണ് മനസ്സിൽ വലിയ ക്ഷീണമാകുന്നത്. അതിനുശേഷം ആരെങ്കിലും ചോദിക്കും, നിനക്കെന്താ ഇത്രയും ക്ഷീണമെന്ന്. ആ ചോദ്യം കേൾക്കുമ്പോൾ ഉള്ളിൽ കുറച്ച് വേദനയൊക്കെ തോന്നാം. എങ്കിലും ചിരിച്ചുകൊണ്ട് നമ്മൾ പറയും ഒന്നുമില്ല. പക്ഷേ ആ ഒന്നുമില്ല എന്ന വാക്കിൻ്റെ പിന്നിൽ എത്ര കാര്യങ്ങളുണ്ടെന്ന് നമ്മൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ ശരീരം ക്ഷീണിച്ചത് കൊണ്ടാവില്ല, മനസ്സ് തളർന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്തത്. ഒരു വീട്ടമ്മയുടെ ജോലി വെറും പാത്രം കഴുകുന്നതോ ഭക്ഷണം ഉണ്ടാക്കുന്നതോ മാത്രമല്ല, വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് നടക്കുന്നതും ഒരു ജോലിയാണ്. നാളെ കുട്ടിക്ക് സ്കൂളിൽ എന്താണ് വേണ്ടത്? ഭർത്താവ് എന്തെങ്കിലും മറന്നുപോയോ? വീട്ടിലെ സാധനങ്ങൾ തീരാറായോ? ആർക്കെങ്കിലും മരുന്ന് വാങ്ങാനുണ്ടോ? ഇതെല്ലാം എപ്പോഴും മനസ്സിലിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ചിന്തകൾക്ക് അവധിയില്ല. ഇന്നൊരു ഞായറാഴ്ചയാണെന്നോ അവധി ദിവസമാണെന്നോ അവയ്ക്ക് അറിയില്ല. കാരണം ഒരു സ്ത്രീയുടെ മനസ്സിന് പലപ്പോഴും അവധി എന്നൊന്നില്ല. പല സ്ത്രീകൾക്കും രാവിലെ അലാറത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം ആയിട്ടല്ല, ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ തുടക്കമായിട്ടാണ്. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? കുട്ടികളെ സമയത്തൊരുക്കണം, രാവിലത്തെ ഫുഡ് റെഡിയാക്കണം, ഉച്ചക്കത്തേനുള്ള കറി എന്താണ്, അലക്കാനുള്ള തുണികൾ കിടക്കുന്നുണ്ടല്ലോ, വീട് വൃത്തിയാക്കണം, ഇന്ന് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞിരുന്നോ? ഒരു നിമിഷം കൊണ്ട് മനസ്സ് 10 സ്ഥലത്തെത്തും. അപ്പോഴേക്കും നെഞ്ചിൽ ചെറിയൊരു ഭാരം തോന്നും. അതാരും കാണില്ല, പക്ഷെ അത് അനുഭവിക്കുന്നത് നമ്മൾ മാത്രമാണ്. ചില ദിവസങ്ങളിൽ അലാറം അടിക്കുമ്പോൾ ഇന്നൊരു 5 മിനിറ്റ് കൂടി കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നും. പക്ഷേ അതിന് മനസ്സ് സമ്മതിക്കില്ല. കാരണം നമുക്കറിയാം, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ഈ വീട്ടിലെ പല കാര്യങ്ങളും വൈകും. അതുകൊണ്ട് സ്വന്തം ഉറക്കത്തേക്കാൾ, സ്വന്തം ക്ഷീണത്തേക്കാൾ വീട്ടിലെ കാര്യങ്ങൾക്കാണ് അവർ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പോലും കടന്നു പോകും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പല വീടുകളിലും നടക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ അതൊന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ. ജീവിതം ഒരു ദിവസം കൊണ്ട് മാറില്ല. പക്ഷെ നമ്മുടെ ചില ചിന്തകളും ശീലങ്ങളും മാറ്റം വന്നാൽ ജീവിതം കുറച്ചുകൂടി സമാധാനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന നിർബന്ധം ഒഴിവാക്കൂ. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കും. വീട് എപ്പോഴും വൃത്തിയായിരിക്കണം, ഭക്ഷണം എപ്പോഴും മികച്ചതായിരിക്കണം, എല്ലാ കാര്യങ്ങളും സമയത്തിന് തന്നെ തീരണം. പക്ഷേ നമ്മുടെ ഈ ജീവിതം അത് പുസ്തകത്തിൽ എഴുതിയതുപോലെ എല്ലായ്പ്പോഴും നടക്കില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവാം, ചില ദിവസങ്ങളിൽ ആരോഗ്യം ശരിയാവില്ല. അപ്പോൾ ചില ജോലികൾ മാറ്റിവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു കറി വെച്ചാൽ അതും ആ കൂടെ പാത്രം കഴുകലും തറ തുടയ്ക്കലും അലമാര അടുക്കലും എല്ലാം കൂടി ഇന്ന് തന്നെ തീരണം എന്ന് നിർബന്ധം വെക്കണ്ട. ഇന്ന് ചെയ്യാൻ കഴിയുന്നത് ചെയ്താൽ മതി. വീട് ജീവിക്കുന്ന ആളുകളുടെ വീടാണ്, അല്ലാതെ നമ്മൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഒരു ഷോറൂം അല്ലല്ലോ. വൃത്തിയുള്ള വീട് പ്രധാനമാണ്, എന്നാൽ അതിനേക്കാൾ പ്രധാനം സമാധാനമുള്ള മനസ്സാണ്. കാരണം നമ്മുടെ മനസ്സ് ശാന്തമായാൽ മാത്രമേ ശരീരത്തിനും വീട്ടിലെ അന്തരീക്ഷത്തിനും ഒരു സമാധാനം ഉണ്ടാകൂ. രണ്ടാമത്തെ കാര്യം, എനിക്കും വിശ്രമം വേണം എന്ന് സ്വയം സമ്മതിക്കൂ. പല സ്ത്രീകൾക്കും വിശ്രമിക്കുമ്പോൾ പോലും കുറ്റബോധമാണ്. 5 മിനിറ്റ് ഇരുന്നാലും തോന്നും ഇനിയും പാത്രം കഴുകാനുണ്ട്, അലക്കാനുണ്ട്, തുണി കിടക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വിശ്രമിക്കുന്നത് സമയം കളയലല്ല, അത് അടുത്ത ജോലി ചെയ്യാനുള്ള ഊർജം ശേഷിക്കലാണ്. ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നാൽ പോലും മനസ്സ് കുറച്ച് ശാന്തമാകും.
പിന്നെ ജോലികൾ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിയും. ഫോണിന് പോലും ചാർജ് വേണം അല്ലേ? അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും വിശ്രമം വേണ്ടേ? വിശ്രമം ഇല്ലാതെ തുടർച്ചയായി ജോലി ചെയ്താൽ ശരീരം തന്നെ ഒരു ദിവസം പ്രതികരിക്കും. മൂന്നാമത്തെ കാര്യം, ചെറിയ സന്തോഷങ്ങളെ മറക്കരുത്. ജീവിതം മനോഹരമാകുന്നത് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടല്ല, ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊണ്ടാണ്. പക്ഷേ സങ്കടമുള്ള കാര്യം എന്താണെന്നറിയാമോ? പല സ്ത്രീകളും ആ ചെറിയ സന്തോഷങ്ങൾ പോലും ശ്രദ്ധിക്കാതെ കടന്നു പോകും. കാരണം മനസ്സെപ്പോഴും അടുത്ത ജോലിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി, അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ജോലി, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ പോലും മറന്നുപോകും. ഒരു ചെറിയ ഉദാഹരണം പറയാം. വൈകുന്നേരം മഴ പെയ്യുകയാണ്, മുറ്റത്ത് നല്ല കാറ്റുണ്ട്. ഒരു കപ്പ് ചായയുമായി 5 മിനിറ്റ് ഇരുന്നാൽ മനസ്സിന് എത്ര സന്തോഷമാകും. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം പാത്രം കഴുകട്ടെ, തുണി എടുത്ത് വയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ടിരിക്കാം. പക്ഷേ ആ കഴിഞ്ഞിട്ട് എന്ന സമയം പലപ്പോഴും വരാറില്ല. അല്ലെങ്കിൽ കുട്ടി ഓടി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, നിങ്ങളെ വിളിച്ച് ഒരു ചെറിയ കഥ പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ പറയും, ഇപ്പോൾ വേണ്ട, അമ്മയ്ക്ക് കുറച്ച് ജോലിയുണ്ട്. ജോലി തീരുമ്പോഴേക്കും കുട്ടി കളിക്കാൻ പോയിട്ടുണ്ടാകും. ആ ചെറിയ നിമിഷം തിരികെ കിട്ടില്ല. ഇതേപോലെ എത്രയോ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും വരുന്നു. ഭർത്താവ് ഒരു ദിവസം ചായ ഉണ്ടാക്കി തന്നാൽ, കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ജോലി ചെയ്താൽ, രാവിലെ വിരിഞ്ഞ ഒരു പൂവ് കണ്ടാൽ, സന്ധ്യയ്ക്ക് ആകാശം മനോഹരമായി കാണുമ്പോൾ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ചെറിയ സമ്മാനങ്ങളാണ്. പക്ഷെ നമ്മൾ അവയെ കാണാതെ ഓടിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ഓർക്കണം, സന്തോഷം എപ്പോഴെങ്കിലും ഒരു ദിവസം വന്ന് വാതിലിൽ മുട്ടുന്ന ഒന്നല്ല. അത് ദിവസവും നമ്മുടെ ചുറ്റും നടക്കുന്ന ചെറിയ നിമിഷങ്ങളിലാണ്. അവ കാണാൻ മാത്രം നമ്മൾ ഒന്ന് നിൽക്കണം. ഒരു ദിവസം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ശീലം തുടങ്ങൂ. ആ ദിവസം നടന്ന 3 നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കൂ. അത് വലിയ കാര്യങ്ങളാകണമെന്നില്ല. ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഇന്ന് കുട്ടി ചിരിപ്പിച്ചു, ഇന്ന് എനിക്ക് ചൂടോടെ ഒരു ചായ കുടിക്കാൻ കഴിഞ്ഞു. ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിന് സന്തോഷം നൽകും. അങ്ങനെ ദിവസവും നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ജീവിതം മുഴുവൻ പ്രശ്നങ്ങൾ മാത്രമാണെന്ന തോന്നൽ പതിയെ മാറും. പ്രശ്നങ്ങൾ ഉണ്ടാകും, തിരക്കുകൾ ഉണ്ടാകും, ക്ഷീണവും ഉണ്ടാകും. പക്ഷെ അതിനിടയിലും സന്തോഷിക്കാൻ കാരണങ്ങളുണ്ടെന്ന് മനസ്സ് തിരിച്ചറിയാൻ തുടങ്ങും. ഒരു കാര്യം ഓർക്കണം, സന്തോഷമുള്ള ജീവിതം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, പ്രശ്നങ്ങൾക്കിടയിലും ചെറിയ സന്തോഷങ്ങളെ കാണാൻ പഠിച്ച ജീവിതമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ചെറിയ തീരുമാനമെടുക്കാം. ഓരോ ദിവസവും കുറഞ്ഞത് ഒരു ചെറിയ സന്തോഷമെങ്കിലും മനസ്സിൽ സൂക്ഷിക്കാം. കാരണം ഈ ചെറിയ സന്തോഷങ്ങളാണ് ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം മോശമായിരുന്നില്ല, മനോഹരമായ നിമിഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നുവെന്ന് നമ്മളെ തന്നെ പറയിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഇന്നത്തെ കാലത്ത് താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ തുറന്നാൽ മതി. ആരുടെയോ വീട് എപ്പോഴും വൃത്തിയായി കാണാം, ആരുടെയോ അടുക്കള എപ്പോഴും ഭംഗിയായി കാണാം, ആരുടെയോ കുട്ടികൾ എപ്പോഴും വളരെ അച്ചടക്കത്തോടെ പെരുമാറുന്നതായി തോന്നും, ആരുടെയോ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തോന്നും. ഇതൊക്കെ കാണുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് ചോദിക്കും, എൻ്റെ ജീവിതം മാത്രമെന്താ ഇങ്ങനെ? പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്, അവരുടെ മുഴുവൻ ജീവിതമല്ല. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു കൂട്ടുകാരി ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ മനോഹരമായ ഒരു കുടുംബ ഫോട്ടോ പങ്കുവെച്ചെന്ന് കരുതൂ. എല്ലാവരും ചിരിച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രം. അത് കണ്ടിട്ട് നമ്മൾ വിചാരിക്കും, അവരുടെ ജീവിതം എത്ര സന്തോഷമാണ്. പക്ഷേ ആ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്ന് നമുക്കറിയില്ല. അതല്ലെങ്കിൽ അയൽ വീട്ടിൽ എപ്പോഴും വീട് വൃത്തിയായി കാണാം. അത് കണ്ടിട്ട് ചിലപ്പോൾ തോന്നും, എന്നെക്കൊണ്ട് മാത്രം ഇതൊന്നും പറ്റുന്നില്ല. പക്ഷേ അവരുടെ സാഹചര്യം നിങ്ങളുടെ സാഹചര്യവും ഒരുപോലെയാണോ? അവർക്ക് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാകാം. കുട്ടികൾ വലുതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സമയം കിട്ടുന്ന രീതിയിലുള്ള ജീവിതമായിരിക്കാം. നമ്മുടെ ജീവിതം വേറെയാണ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വേറെയാണ്. അപ്പോൾ എങ്ങനെ രണ്ടുപേരെയും ഒരേ അളവിൽ അളക്കാൻ കഴിയും? മറ്റൊരു കാര്യം കൂടി പറയാം. ചില സ്ത്രീകൾ സ്വന്തം സഹോദരിയുമായോ ബന്ധുവുമായോ സുഹൃത്തുമായോ പോലും താരതമ്യം ചെയ്യാൻ തുടങ്ങും. അവൾക്ക് എല്ലാം എളുപ്പമാണ്, അവൾക്ക് എല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്നു, ഞാൻ മാത്രം പിന്നിലാണ്. പക്ഷെ സത്യത്തിൽ ഓരോ ജീവിതത്തിനും ഓരോ കഥയുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കണ്ണുനീർ മറ്റൊരാളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അതുകൊണ്ട് പുറത്ത് കാണുന്നത് മാത്രം നോക്കി ഒരു ജീവിതത്തെ വിധിക്കരുത്. നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന നമ്മളെക്കാൾ ഇന്ന് കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞോ? ഇന്ന് ഇന്നലത്തേക്കാൾ ഒരു ചെറിയ പുഞ്ചിരി കൂടുതലായി ചിരിക്കാൻ കഴിഞ്ഞോ?
ഇന്ന് ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ ഒന്ന് ക്ഷമയോടെ സംസാരിക്കാൻ കഴിഞ്ഞോ, അതാണ് യഥാർത്ഥ മുന്നേറ്റം. മറ്റൊരാളെ തോൽപ്പിക്കുകയല്ല ജീവിത വിജയം. ഇന്നലത്തെ നിങ്ങളെക്കാൾ ഇന്ന് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നതാണ് യഥാർത്ഥ ജീവിത വിജയം. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കൂ. മറ്റുള്ളവരുടെ ജീവിതം നോക്കി വിഷമിക്കുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഒരു നല്ല കാര്യം കണ്ടെത്തൂ. ആ ചെറിയ സന്തോഷങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ താരതമ്യങ്ങൾ പതിയെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകും. ഒരു കാര്യം ഓർക്കുക, ഓരോ വീടിനും പറയാത്ത കഥകളുണ്ട്. അതുകൊണ്ട് മറ്റൊരാളുടെ ജീവിതം നോക്കി നിങ്ങളെ വിലയിരുത്തരുത്. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.